നമസ്കാരം. അത്ഭുതപ്പെടുത്തുകയാണ് ഇറാൻ എന്ന് പറയുന്ന രാജ്യം. ഉപരോധങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിയിരുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, ഒരുപാട് പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിച്ചിരുന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കരുതൽ, അവർ നടത്തിയ നീക്കങ്ങൾ, അതെല്ലാം ശക്തമായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകൾ ഇപ്പോഴും പുറത്തു വരികയാണ്. അമേരിക്കയും ഇസ്രായേലും ശക്തമായി തന്നെ ഇറാനെ ആക്രമിച്ചു. എന്തായാലും ആ ആക്രമിക്കുന്ന സമയത്ത് ഇറാൻ ഉണ്ടായിരുന്ന കരുത്തിനേക്കാൾ അവർ കൂടുതൽ കരുത്താർജിച്ച കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ആക്രമിക്കാനാണെങ്കിലും പ്രതിരോധിക്കാനാണെങ്കിലും ഞങ്ങളുടെ ശേഷി കൂടിയിട്ടേ ഉള്ളൂ എന്ന് ഇറാൻ പറയുമ്പോൾ പലരും കളിയാക്കാറുണ്ട്, ട്രോളാറുണ്ട്. പക്ഷേ ഇറാൻ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തിരിക്കുന്നു ലോകത്തിന്. അമേരിക്കൻ ബേസുകൾക്ക് നേരെ ഇറാൻ ശക്തമായ ഒരു ആക്രമണം നടത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ സമയത്ത്. അതായത് കുവൈത്തിലെ അലി അൽ സലേം എന്ന് പറയുന്ന എയർബേസിന് നേരെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. 5 അമേരിക്കൻ സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ ആക്രമണത്തെ തുടർന്ന്. അതുപോലെ തന്നെ അവിടെ മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. അമേരിക്കയുടെ 2 MQ-9 റീപ്പർ അത് നശിച്ചു പോയിട്ടുണ്ട്. ഇവിടെ ഇറാന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ കുവൈത്തിന് കഴിഞ്ഞു എന്നാണ് വാർത്തയിൽ പറയുന്നത്. എന്നാൽ ഈ മിസൈലിന്റെ അവശിഷ്ടം പതിച്ചാണ് കുവൈത്തിലെ എയർബേസിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ സൈനികർക്ക് പരിക്കേറ്റിരിക്കുന്നത്. ഇനിയും ഒരു അംഗത്തിന് കൂടെ ബാല്യമുണ്ട് എന്ന് ഇറാൻ വ്യക്തമാക്കുകയാണ്. പ്രവൃത്തിയിലൂടെ അത് ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇറാന്റെ അതിർത്തി ഭേദിച്ച് കടന്നു വന്ന അമേരിക്കയുടെ ഒരു നിരീക്ഷണ വിമാനത്തെ കൂടെ ഇറാൻ വെടിവെച്ചിട്ടിരിക്കുന്നു. പ്രതിരോധ സംവിധാനങ്ങളും കൂടുതൽ ശക്തിപ്പെട്ടിരിക്കുന്നു. ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. ആക്രമിച്ച് കീഴ്പ്പെടുത്താം എന്ന് കരുതിയ ആളുകൾക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഇറാൻ ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമാണ് അമേരിക്ക ഇറാനിലെ ബന്ദർ അബ്ബാസ് എന്ന് പറയുന്ന തുറമുഖ നഗരത്തിനു നേരെ ഒരു ആക്രമണം നടത്തിയത്. ഇറാന്റെ ഡ്രോൺ കേന്ദ്രങ്ങളെ തകർക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ലക്ഷ്യം. അതിന് തിരിച്ചടി എന്നോണമാണ് കുവൈത്തിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയത്. ഈ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേൽ ലബനോന് നേരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ശക്തമായ ആക്രമണങ്ങൾ ലബനോന് നേരെ, ഹിസ്ബുള്ളക്ക് നേരെ നടത്തുമ്പോഴും അവരുടെ പോരാട്ട വീര്യത്തിനൊരു കുറവും വന്നിട്ടില്ല. വടക്കൻ ഇസ്രായേലിൽ ശക്തമായ രീതിയിൽ തന്നെ വ്യോമാക്രമണം നടത്താൻ ലബനോനിലെ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ ഗ്രൂപ്പിന് കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലബനോനിൽ നിന്നും വന്ന പല മിസൈലുകളും പ്രതിരോധിക്കുന്ന കാര്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന ചില വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാലും ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഹോർമൂസിലെ ഉപരോധമൊക്കെ ഞങ്ങൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്, ഇറാനുമായി ഒരു കരാർ ഉടൻ ഉണ്ടാകും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നത്. എന്നാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് അതിനോടുള്ള ഒരു പ്രതികരണം എന്ന് പറയുന്നത് അമേരിക്കൻ ബേസുകൾക്ക് നേരെ ശക്തമായ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ്. അതായത് ഞങ്ങൾക്കൊരു തിരക്കുമില്ല, പെട്ടെന്ന് തിടുക്കപ്പെട്ട ഒരു കരാറിലേക്ക് പോകേണ്ടതില്ല, ഉപരോധം നിങ്ങൾ തുടർന്നോളൂ, അതിനെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം. എന്തായാലും ഇവിടെ അമേരിക്ക പറയുന്നതിനനുസരിച്ച് സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് മറ്റേതെങ്കിലും രാജ്യത്തിലേക്ക് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ അമേരിക്കക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. ഉപരോധമോ എന്ത് മണ്ണാങ്കട്ടയോ നിങ്ങൾ തുടരൂ, ഞങ്ങൾ അത് കൈകാര്യം ചെയ്തോളാം. നിലവിൽ ഹോർമൂസിലൂടെ കടന്നു പോകാൻ ചൈനക്കും റഷ്യക്കും പ്രത്യേക ഇളവുകളുണ്ട്. അമേരിക്കക്കും അമേരിക്കയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന, ഇസ്രായേലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾ, ആ രാജ്യങ്ങളുടെ കപ്പലുകൾ അവരോട് വിട്ടുവീഴ്ചയില്ല എന്ന് തന്നെയാണ് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അമേരിക്കക്ക് ഏതെങ്കിലും വിധേന ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിച്ച് തടി തപ്പണമെന്നുണ്ട്. അത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി അമേരിക്കയുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ആ ഉള്ളിലിരിപ്പ് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഒരു പൊടിക്ക് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ ഇറാൻ തയ്യാറല്ല. മാന്യമായ രീതിയിൽ യുദ്ധം അവസാനിപ്പിക്കാം, ചർച്ചകൾ നടത്താം എന്നവർ പറയുന്നുണ്ട്. പക്ഷേ രാജ്യ താല്പര്യം അടിയറവ് വെച്ചുകൊണ്ട് അമേരിക്കയെ അങ്ങനെ വിടാൻ ഒരിക്കലും ഇറാൻ തയ്യാറല്ല. മാത്രമല്ല ഇസ്രായേലിനോട് ഒരു കാലത്തും ഒരിക്കലും വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്നും ഇറാൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അമേരിക്ക നടത്തുന്ന നീക്കങ്ങൾ നമുക്കറിയാം. ഗൾഫ് രാജ്യങ്ങളെയും അതുപോലെ തന്നെ ഇസ്രായേലിനെയും ഒക്കെ ഒരുമിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളാണ് അമേരിക്ക നടത്തുന്നത്. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഈ നീക്കം നടത്തിയതിന്റെ പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കുമെന്ന്
അവിടുത്തെ ചില ഗ്രൂപ്പുകളൊക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. ലഷ്കർ എ തയ്യബ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പുകൾ. പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ സൈനിക മേധാവിയും ഒക്കെ അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചാൽ വച്ചേക്കില്ല എന്ന് തന്നെയാണ് പാകിസ്ഥാനിലെ ഈ ഗ്രൂപ്പുകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഗൾഫ് രാജ്യങ്ങളെ ഇതിലേക്ക് വലിച്ചിഴക്കേണ്ടതില്ല. അങ്ങനെ വലിച്ചിഴച്ചാൽ അത്തരത്തിലൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ കാണില്ല എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. എന്തായാലും ഇന്നലെ ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം കുറിച്ച വരികൾ, ഉപരോധം അവസാനിപ്പിക്കുന്നു, ഇറാനും സഹകരിക്കും, ഉടൻ തന്നെ ഒരു കരാർ ഉണ്ടാകും എന്നൊക്കെ അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരുന്നു. എന്തായാലും അതൊക്കെ വെറുതെ പറഞ്ഞതാണ്, ഒരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യമാണ്. ഇറാൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറായിട്ടില്ല. രാജ്യ താല്പര്യം ഒരിക്കലും അടിയറ വെക്കില്ല. രാജ്യം തന്നെയാണ് വലുത് എന്ന് ഒരിക്കൽ കൂടെ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആക്രമിക്കാനും പ്രതിരോധിക്കാനും ഞങ്ങൾക്ക് ശേഷിയുണ്ട്, ആ ശേഷി വർദ്ധിച്ചിട്ടേ ഉള്ളൂ. യുദ്ധം തുടങ്ങിയ സമയത്തുള്ള പ്രതിരോധിക്കാനുള്ള ശേഷിയല്ല ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. അതുപോലെ തന്നെ ആ സമയത്ത് ആക്രമിക്കാനുള്ള ശേഷിയല്ല. ഓരോ ദിവസം കഴിയും തോറും ഞങ്ങളുടെ ശേഷി വർദ്ധിച്ചു വരുന്നു. ഞങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താൻ ഞങ്ങൾക്ക് കഴിയും, പ്രതിരോധിക്കാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് ഇറാൻ പറയുന്നു. തീർച്ചയായും അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നത് ഈ ശക്തി തന്നെയാണ്. കൂടെ നിൽക്കുന്ന റഷ്യയുടെയും ചൈനയുടെയും പിന്തുണ തന്നെയാണ്. ഏതൊരു ആക്രമണത്തെയും പ്രതിരോധിക്കാനുള്ള ഇറാന്റെ ശേഷി, തിരിച്ചാക്രമിക്കാനുള്ള ശേഷി മാത്രമല്ല, ചങ്കൂറ്റം, ധൈര്യം, ഇത് തന്നെയാണ് അമേരിക്കയെയും ഇസ്രായേലിനെയും ഭയപ്പെടുത്തുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല.